ദേ ആർ എക്സ്പോസ്ഡ് ടു ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. ഇന്നിപ്പോൾ ChatGPTയും മറ്റ് ജെമിനിയും ഒക്കെ എല്ലാം കൂടെ അല്ല ചോദിക്കുക എന്താ വേണ്ട അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വലിയൊരു ബഹർ തന്നെയാണ്, ഒരു കടൽ തന്നെ, ഒരു ലോകം തന്നെയാണ് അവരുടെ മുമ്പിൽ. ഇൻഫർമേഷൻസിൻ്റെ കാലഘട്ടമാണല്ലോ. ഇൻഫർമേഷൻസിൻ്റെ കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഓൾറെഡി പാസ്റ്റ്. പക്ഷേ എങ്കിൽ പോലും അവരുടെ മുമ്പിൽ ഇത്രയും സാധ്യതകളുണ്ട്. ക്രിയേറ്റിവിറ്റി എന്താണെന്ന് ഒരു പ്രമുഖനായ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് നത്തിങ് ഫ്രം വാക്വം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല ക്രിയേറ്റിവിറ്റി, ഉള്ളതിനെ സമമായി വേണ്ട വിധം ചേർക്കുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുക. ഞാനത് എന്താണെന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ, എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളാണ് വേണ്ടത്. അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോറിങ് സംഭവിക്കുന്നത് കൂടുതലായിട്ടും വേണ്ടത് വീട്ടിൽ അതേപോലെ തന്നെ സ്കൂളിലൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടിട്ട് അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. പലപ്പോഴും ഇത് കുട്ടികളെ പലപ്പോഴും ഏതെങ്കിലും അഡിക്ഷൻസിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ല. ദേ ഹാവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്, ദേ ഹാവ് ലോട്ട് ഓഫ് ചാൻസസ് ആൻഡ് പോസിബിലിറ്റീസ് അറൗണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സ്റ്റിൽ ദേ ആർ, അവരുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് എന്താണ് അതൊന്നും സാധ്യം ആകാത്തത്, എക്സ്പ്ലോർ ചെയ്യാൻ. കാര്യം അവരിപ്പോഴും എന്തൊക്കെയോ കൊണ്ട്, അവരുടെ മൈൻഡ് കൊണ്ട് അവരിപ്പോഴും സ്റ്റക്കാണ്. എന്താ പറയുക, ചില ആർക്ക് ടൈപ്സ്, അവർ കണ്ടുവച്ചിരിക്കുന്ന ഒരു പഴയ ചിന്താ രീതികളിൽ അവർ പെട്ടുകിടക്കുകയാണ്. എങ്ങനെയാണ്, എന്താണ്. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ശരിക്കും ആ വേർഡ് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പരീക്ഷിച്ചും ട്രയലാക്കിയും ചെയ്തും എററും ഒക്കെ നോക്കി, അങ്ങനെ മാറി മാറി പരീക്ഷിച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കുറവാണ്. കാര്യം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നാരോ പാത്ത്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാകണം, ഇങ്ങനെയാണ്, ഇന്നയാണ്, ഇതാണ്. അപ്പോൾ വിദ്യാഭ്യാസം മാത്രം നമുക്കതിന് നല്ലൊരു ഉദാഹരണമാണ്. 10 കഴിഞ്ഞാൽ +2 ആയിരിക്കണം, +2 കഴിഞ്ഞാൽ ഡിഗ്രി ആയിരിക്കണം. ലുക്ക് ഹൗ ദ തോട്ട് ഗോയിങ്. ഇങ്ങനെയാണ് ആ പാറ്റേൺ പോവുക. വൈ ദേ ആർ നോട്ട് ഗിവിങ് സം ചാൻസസ് ടു എക്സ്പ്ലോർ അതർ തിങ്സ് ഓൾസോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. സിമിലർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും, എപ്പോഴും കംഫർട്ടിൽ തന്നെ നിൽക്കാനായിട്ട്. അപ്പോൾ ഈ കംഫർട്ട് സോണുകളിൽ നിൽക്കാനല്ല, പകരം അതിനുമപ്പുറം എക്സ്പ്ലോർ ചെയ്യാനുള്ള, കുറച്ച് റിസ്കുകൾ എടുക്കാനുള്ള മെൻറ്റാലിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിലായിരിക്കണം വിദ്യാഭ്യാസം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പാരൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. സത്യം. പുതിയത് എന്താണ് അവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതർവൈസ് എന്തായിരിക്കും സംഭവിക്കുക, അവരെന്താണോ ഭയന്നത് അതിൽ തന്നെ കുട്ടി നിർത്തും.